ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഡി മണിക്ക് കുരുക്ക് മുറുകുന്നു. മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചാകും ചോദ്യം ചെയ്യൽ. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. മണിയുടെ രാജ്യാന്തര ബന്ധങ്ങൾ സംബന്ധിച്ചും അന്വേഷണ സംഘങ്ങൾ വിവരങ്ങൾ തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡി മണി നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘം മുഖവിലക്കെടുത്തില്ല. മണി കളവ് പറയുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും അന്വേഷണ സംഘത്തോട് മണി സഹകരിച്ചില്ല. ഡിണ്ടിഗലിൽ വലിയ ബന്ധമുള്ള മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. മണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി വിശദമായി ചോദ്യം ചെയ്യണം. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. മണിയുടെ ബാങ്ക് വിവരങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. കൂടാതെ കേസിലെ രാജ്യാന്തര ബന്ധം സംബന്ധിച്ചും വ്യക്തത വരുത്തണമെങ്കിലും മണിയെ ചോദ്യം ചെയ്യണം. അതിനായി വീണ്ടും മണിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് മണി നേരത്തെ വ്യക്തമാക്കിയത്. താൻ ഡി മണിയല്ല MS മണിയാണെന്നും മണി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഡിണ്ടിക്കൽ സ്വദേശിയായ ഡി മണി തന്നെയാണ് MS മണി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയെന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. കോടികൾ വിലമതിക്കുന്ന 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് വിദേശത്തേക്ക് കടത്തിയെന്നായിരുന്നു മൊഴി. ജനം, തിരുവനന്തപുരം.